എല്ലാരും പോയി, മുത്തശ്ശി പോലും. നിന്റെ ചേട്ടൻ വന്നിരുന്നു. എന്നിട്ട് എന്നെ ഒന്ന് കണ്ടതുപോലില്ല. കുട്ടിക്കാലത്ത് അവനും ഞാനും നിന്നെ ചുമലേറ്റി നടന്നിട്ടുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നെഞ്ചി പെടപ്പുള്ളിടത്തോളം കാലം നിനക്ക് ഞാനുണ്ടാവും. പക്ഷേ ഒന്നുണ്ട്, എന്റെ കുട്ടി അവിവേകം ഒന്നും കാണിക്കരുത്. ഇല്ല, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും നീ ഇപ്പൊ പാല് കച്ചവടം തുടങ്ങിയ അബുവേ? രാഘവനാരുടെ വീട്ടിൽ നിന്നാ. എന്റെ കട പൂട്ടിക്കാനാണോ നിന്റെ ഭാവം? ആ വീട്ടിൽ നിന്നൊന്നും വാങ്ങാനോ കൊടുക്കാനോ പാടില്ലെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. കമ്മിറ്റിയോ? ഏത് കമ്മിറ്റി? പഞ്ചായത്ത് കമ്മിറ്റി. നീ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്? നിങ്ങൾക്കറിയാലോ, കൊച്ചുനാൾ മുതൽ ആ വീട്ടിലെ ചോറുണ്ടാ ഞാൻ വളർന്നത്. സ്വന്തം കുട്ടികൾക്കൊപ്പം എനിക്കും പുസ്തകം വാങ്ങിത്തന്നുണ്ട് സീതയുടെ അച്ഛൻ. ഈ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്റെ ചങ്ക് കയറാൻ നോക്കണ്ട. ഒക്കെ സമ്മതിച്ചു. ആ കുട്ടിക്ക് പകരുന്ന ദീനാണെന്ന കാര്യം ഈ മറന്ന. എല്ലാം കള്ളക്കഥകളാ. ഉണ്ണി ആരോ കൊന്നതാ. കോട്ടപ്പുറത്തെ ഷെറീഫിന്റെ കത്തുണ്ടായിരുന്നു. ബോംബെയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കൊള്ളാം, നട്ട കിളിക്കാത്ത കള്ളക്കഥ ഇപ്പൊ ഇതാ. തർക്കിക്കാൻ ഞാനില്ല. ഞാൻ സീതയും കൊണ്ട് ടൗണിൽ പോവാ ഡോക്ടറെ കാണിക്കാൻ. പറയാനുള്ളത് നമ്മള് പറഞ്ഞു. സീത ഈ നാട്ടിൽ നിന്ന് പോയാല് ഇവിടെയുള്ളവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇക്കാര്യത്തിൽ ഈ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടാ. ഇത് എതിരെ നിൽക്കരുത്. ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കിട്ടില്ല. ഉറപ്പാണാ? ഉറപ്പ്. എങ്കിൽ പിന്നെ ഞാൻ കൂരിവൽക്ക് കൽപ്പിക്കേണ്ടി വരും. ദേ, ഈ മുറുക്കി പിടിച്ച കൈ പോലെ ഉറച്ചതാ എന്റെ മനസ്സ്. ആരൊക്കെ വിലക്കിയാലും മരിക്കുന്നവരെ ഈ മണ്ണിൽ തന്നെ കഴിയും ഞാൻ. അള്ളാഹുവിന്റെ ദാസന് അള്ളാഹു മാത്രം മതി. ഒരു വിലക്കുണ്ടായിരുന്നു. ചുക്കില്ലാത്ത കഷായില്ലെന്ന് പറഞ്ഞ പോലെ അബുക്കല്ല അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? വല്ല കാര്യമുണ്ടോ സമുദായക്കാരെ പിണക്കാൻ? ആ പെണ്ണിന്റെ കാര്യത്തില് വീട്ടുകാർക്കില്ലാത്ത ദണ്ണമാവിന്. അത് പിന്നെ കാണാൻ ചന്തമുള്ള പെണ്ണല്ലേ. ഇറങ്ങണ കടന്ന്. അബു ചെയ്യുന്നത് തെറ്റായിരിക്കും, പക്ഷെ അവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കളിയും തമാശക്കെ നല്ലതാ, പക്ഷെ അതിന് കിടക്കരുത്. ഒരു വിലക്ക് ആളിനെ വേലപ്പം കടയിൽ കയറ്റുവോ? അതൊക്കെ അവര് സമുദായക്കാരുടെ കാര്യം. അബു കടയിൽ കയറി ഒന്ന് ചായ ചോദിച്ചാൽ തരില്ലെന്ന് പറയാൻ പറ്റും. ആ മുഖം കാണുമ്പോഴേ പകുതി ജീവൻ പോവും. ഉരുക്കല്ലേ? നാട്ടുകാരല്ല ഒറ്റക്കെട്ടാ. ഏതൊരുക്കും വെള്ളം പോലെ ഉരുകി പോവും. നോക്കിക്കോ. ഉമ്മക്ക് വിഷമായ? ഇതൊക്കെ ഒരു വിഷമാണോ മോനെ? കൊതിക്കണതൊക്കെ തിന്നാൻ തോന്നുന്ന സമയല്ലേ? എന്ത് ചെയ്യാ, പഠിച്ചവൻ ഇങ്ങനാണല്ലോ ആ കുട്ടിന്റെ തലയിൽ ഭരിച്ചത്. ഞാൻ പോട്ടെ. ഉമ്മക്ക് കാശ് വല്ലതും വേണോ? ഒന്നും വേണ്ട മോനെ, ഈ നോക്കി പോണം. ഈ ഇവിടെ വന്നു പോവാറുണ്ടോന്ന് പള്ളിക്കാര് ചോദിച്ചു. ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ശരിമ്മ. ഞാൻ വന്നാരും അറിയണ്ട. അവരുമായി കടത്തി പൊറപ്പിക്കില്ല.
നേരത്തെ സംശയം ഉണ്ടായിരുന്നു, അതാ കാത്തു നിന്നേ. എടാ സലീമേ, ഈ കുഴപ്പമുണ്ടാക്കല്ലേ. ഇപ്പൊ ഈ ഉമ്മയോട് ക്ഷമിക്ക്. ക്ഷമിക്കാനോ? നിങ്ങൾ ഞങ്ങൾ മണ്ടന്മാരൊക്കെ ഇനി കുടുംബത്തോടെ ഊര് വിലക്കും, നോക്കിക്കോ. തെറ്റ് ചെയ്തത് ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എന്റെ ഉമ്മാനെ വെറുതെ വിട്ടേക്ക്. കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്ത. പാവം കൊതിയോടെ കാത്തിരിക്കായിരിക്കും. തോറ്റെന്ന് കരുതണ്ട. ഇതിന്റെ പേരിൽ എന്റെ ഉമ്മയെങ്ങാനും വേദനിപ്പിച്ചെന്നറിഞ്ഞാൽ നല്ല കോഴിക്കറിയാണെന്ന് വിചാരിച്ചു കഴിച്ചു. എന്തേക്കാ? ഒന്നുമില്ല. പാവം എത്ര മോഹിച്ചുണ്ടാക്കിയതെന്നറിയോ? സമ്മതിച്ചില്ല. ഉമ്മയ്ക്കും വിഷമായി. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? ഞാനിപ്പോ ഈശ്വരനെ നേരി കണ്ടോണ്ടിരിക്കാം. നാശം, ഈ മഴയും തോരണല്ലോ. ഇക്കയ്ക്ക് ബീഡി വലിക്കണായിരിക്കും. വലിച്ചോ? അതൊന്നുമല്ല. സീത കഥ കളിച്ച് കിടന്നോ. മഴ തോരുമ്പോ ഞാൻ പൊക്കോളാം. ഈ മഴയത്ത് ഇങ്ങനെ തോണിപ്പോയി കിടക്കുന്നേ. ഇന്ന് ഇവിടെ കിടക്കാം. അയ്യോ, അത് വേണ്ട. നാട്ടുകാർക്ക് പിന്നെ അത് മതി. ആർക്കും വേണ്ടാത്തവരല്ലേ നമ്മൾ രണ്ടുപേരും. ഇനി ആരെ പേടിക്കാനാ? എന്നാലൊരു പായം തലണെങ്കിൽ എടുത്തു. ഞാനാ വരാന്ത ചെറുണ്ടോളാം. കഥ കടിച്ചു കിടന്നു. ഓഹോ, വന്ന് ഒരുമിച്ച് പൊറുതിയും തുടങ്ങി. ഉയ്യോ, ഇപ്പോഴാണോ തമ്പ്രാക്കളത് അറിയുന്നത്? എടോ, പകരുന്ന സൂക്കേടാ. പിടിച്ചാ പിന്നെ മരുന്നില്ല. പഠിപ്പും പോലുള്ള തനിക്കത് അറിയില്ലേ? ഓ, ഇത് വല്ലാത്തൊരു ജന്മം തന്നെ. രാമചന്ദ്രൻ തന്റെ ഭാര്യ സീത എന്നേനിക്കു നാമം. രാമനെയുപേക്ഷിച്ചു അപവാദത്താൽ. രാമനെയൊഴിഞ്ഞു ഞാൻ മനസാവ്യാപിയിലൊരുത്തനെ. രാമദേവാ പാദത്താണേ നിനക്കില്ലേതും. കന്മഷമുണ്ടെനിക്കുന്നു നിൻ മനസ്സിൽ തോന്നിയിടല്ലേ. നിർമ്മലങ്ങാഭവാനെന്നെ രക്ഷിച്ചിടേണം. പൈതലെ നീ പേടിക്കേണ്ട എന്നോടെ ആശ്രമത്തിങ്കൽ. എന്നോടെ ആശ്രമ
എന്നെ സഹായിക്കാൻ വന്ന വീട്ടുജോലിയൊക്കെ പഠിച്ചല്ലേ? ഓ, ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബോംബെയിലെ ജീവിതമൊക്കെ? ആരോടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത സങ്കടം എനിക്ക്. ഇക്കറിയോ, 4 വർഷം എനിക്ക് ഉത്സവമായിരുന്നു. മനസ്സിന് ശരീരത്തിന് നിറയെ സ്നേഹം തന്നിട്ടാ ഉണ്ണി പോയത്. ഞാൻ വേദനിപ്പിച്ചോ? ഇല്ലിക്ക, ഇക്കയോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? നല്ല പ്രായത്തില് എന്റെ ഉമ്മ കെഞ്ചി പറഞ്ഞതാ, പഠിപ്പിന് പറ്റിയൊരു ജോലിയും മൊഞ്ചുള്ളൊരു പെണ്ണും. ഉമ്മയുടെ ആഗ്രഹമാ. ഇനി അതൊക്കെ ആയിക്കൂടെ? ഏയ്, അത്തരം മോഹങ്ങളൊക്കെ എന്നേ ഞാൻ ഈ പുഴയിൽ ഒഴുക്കി കളഞ്ഞു. ഇക്കയ്ക്ക് ഈ കടത്തുപണി ഉപേക്ഷിച്ചൂടെ? ഈ പുഴയും കടത്തുമെല്ലാം എന്റെ വാപ്പയുടെ ഓർമ്മകളാ. സീതയ്ക്കറിയോ, കുട്ടിക്കാലത്ത് രാത്രികളിൽ വാപ്പ എന്നെ ഒറ്റയ്ക്ക് തോണിയിലിരുത്തി അക്കരയ്ക്കര തുഴയുമായിരുന്നു.